നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് അന്ത്യം കുറിച്ച് തീരുവയിൽ തീരുമാനം. 90 ദിവസത്തേക്ക് പകരച്ചുങ്കം പിൻവലിക്കാൻ ധാരണയായി. ഇരു രാജ്യങ്ങളുമാണ് ഇത് വ്യക്തമാക്കിയത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന വ്യാപാര ചർച്ചകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം. ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഇറക്കുമതികൾക്ക് കനത്ത തീരുവ ചുമത്തിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ആദ്യത്തെ ഉന്നതതല ചർച്ചയിലാണ് തീരുമാനം. കരാർ പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ 145% നിന്ന് 30%, US-ഉം അമേരിക്കൻ ഇറക്കുമതിക്ക് മേലുള്ള തീരുവ 125% നിന്ന് 10%, ചൈനയും വെട്ടിക്കുറയ്ക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ചാൻസലർ ഫ്രെഡറിക് മേർസിന്റെ കീഴിലുള്ള പുതിയ ജർമ്മൻ സർക്കാർ അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനു ശേഷമുള്ള 2 ദിവസത്തിനുള്ളിൽ അഭയത്തിനായി എത്തിയവരെയും അപേക്ഷിച്ചവരെയും തിരിച്ചയച്ചതായി ജർമ്മനി അറിയിച്ചു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിൽ അഭയം തേടുന്നവരെ നിരസിക്കുന്നത് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലേറ്റ് കുടിയേറ്റം കർശനമാക്കിയതിനു ശേഷം ആദ്യത്തെ നടപടിയാണിതെന്ന് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാ അതിർത്തികളിലെയും രേഖകളില്ലാത്ത എൻട്രികളിൽ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും തിരിച്ചയച്ചു. ഇതിൽ അഭയാർത്ഥികളായി അപേക്ഷിച്ചവരും ഉൾപ്പെടുന്നു. സാധുവായ വീസയുടെ അഭാവം, വ്യാജരേഖകൾ അല്ലെങ്കിൽ പ്രവേശന സസ്പെൻഷൻ തുടങ്ങിയവയാണ് നിരസിക്കപ്പെടാനുള്ള പ്രധാന കാരണങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചു. അതേസമയം 2 ദിവസത്തിനുള്ളിൽ അധികാരികൾ 14 കള്ളക്കടത്തുകാരെ കസ്റ്റഡിയിലെടുക്കുകയും 48 അറസ്റ്റ് വാറന്റുകൾ നടപ്പിലാക്കുകയും തീവ്ര ഇടതുപക്ഷം, തീവ്ര വലതുപക്ഷം, ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ നിയമപ്രകാരം 9 വ്യക്തികളെ അറസ്റ്റ് ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ആദ്യമായി അഭയം തേടുന്നവരെ പ്രത്യേക സാഹചര്യങ്ങളിൽ അതിർത്തിയിൽ തിരിച്ചയക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോവിൻ ബുധനാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. താലിബാനിൽ നിന്ന് രക്ഷ തേടി പലായനം ചെയ്യാനിരിക്കുന്ന ഒരു അഫ്ഗാൻ കുടുംബം വിസ കാലതാമസത്തിന്റെ പേരിൽ ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിനെതിരെ ലോക കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയം തേടുന്നവരെ സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിർത്താൻ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേർസ് പദ്ധതി ഇട്ടപ്പോഴാണ് അഫ്ഗാനി ജർമ്മനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. താലിബാനിൽ നിന്ന് പലായനം ചെയ്ത് ഇപ്പോൾ പാകിസ്ഥാനിൽ താമസിക്കുന്ന അഫ്ഗാൻ കുടുംബം നിയമപരമായി അർഹതയുള്ള വിസയ്ക്കായി 18 മാസത്തിലേറെ കാത്തിരിക്കുന്നു എന്നറിയിച്ച കൊണ്ടാണ് ജർമ്മൻ സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ജർമ്മനിയുടെ പുതിയ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡഫുൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. കേസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഏത് തരത്തിലാണ് അഫ്ഗാനിക്ക് ജർമ്മനിയിൽ കുടിയേറാനുള്ള അല്ലെങ്കിൽ അഭയം പ്രാപിക്കാനുള്ള അർഹത എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. ജർമ്മനിയിൽ നിർബന്ധിത ജോലിക്കെതിരായ കേസിൽ ഇറാനിയൻ പരാജയപ്പെട്ടു. ജോലി നിബന്ധനയ്ക്കെതിരെ ജർമ്മനിയിലെത്തിയ അഭയാർത്ഥി നൽകിയ ആദ്യ കേസ് തള്ളിയത് രണ്ടാമതും പരാജയപ്പെട്ടു. ആൾട്ടൻബർഗ് സോഷ്യൽ കോടതിക്ക് ശേഷം തുരിങ്ങൻ സ്റ്റേറ്റ് സോഷ്യൽ കോടതിയും ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഗ്രൈസ് ജില്ലയ്ക്ക് അനുകൂലമായിട്ടാണ് വിധി പ്രസ്താവിച്ചത്. ജില്ലാ ആശുപത്രിയിലെ IT വിഭാഗത്തിൽ ആഴ്ചയിൽ 17 മണിക്കൂർ അസിസ്റ്റന്റായി ഒരു ഇറാനിയനെ നിയമിക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേറ്റർ ഉലി ഷെയ്ഫർ ആഗ്രഹിച്ചിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യവും പ്രോഗ്രാമർ എന്ന നിലയിലുള്ള പ്രൊഫഷണൽ പരിചയം ഉണ്ടായിരുന്നതിനാൽ ക്ലിനിക് അയാളെ നിയമിച്ചു. എന്നാൽ ആഴ്ചയിൽ 17 മണിക്കൂർ ജോലി ചെയ്യാനാവില്ലെന്ന കേസ് കോടതിയിൽ എത്തിയപ്പോഴാണ് 2 തവണയും പരാജയപ്പെട്ടത്. ജോലി ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ തൂരിങ്ങൻ സംസ്ഥാനത്തിലെ ഗ്രൈസിലെ ജില്ലാ ഓഫീസ് മറ്റ് 3 അഭയാർത്ഥികളുടെ വേതനവും വെട്ടിക്കുറച്ചു. കുടിയേറ്റക്കാരൻ തൊഴിൽ വിസമ്മതിച്ചതിനാൽ ജില്ലാ ഭരണാധികാരിയാണ് ഇവരുടെ സാമൂഹിക ആനുകൂല്യങ്ങൾ പകുതിയായി കുറച്ചത്. അഭയം തേടുന്നവരുടെ ആനുകൂല്യ നിയമം സെക്ഷൻ 6 അനുസരിച്ചാണ് ജോലി നൽകിയത്. ജോലി അന്തരീക്ഷത്തെ കുറിച്ച് ഇറാനിയൻ പരാതിപ്പെട്ടു. തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു കാര്യങ്ങൾക്കൊപ്പം സ്വന്തം പ്രസ്താവന പ്രകാരം അദ്ദേഹത്തിന് ജോലി അന്തരീക്ഷം ഇഷ്ടപ്പെട്ടില്ല എന്ന കാരണമാണ് കോടതിയിൽ നൽകിയത്. ഇതോടെ ജഡ്ജി അപ്പീൽ തള്ളുകയായിരുന്നു. പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഫ്രാങ്ക്ഫർട്ടിലെ സെന്റ് ജോർജ് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷന്റെ 7ാം വാർഷികവും വിശുദ്ധ ഗീവറി സഹദായുടെ ഓർമ്മ പെരുന്നാളും ഇടവക ദിന ആഘോഷങ്ങളും സംയുക്തമായി മെയ് 17 ശനിയാഴ്ച ഫ്രാങ്ക്ഫർട്ടിനടുത്തുള്ള ബാഡ് ഫിൽബെല്ലെ മരിയ മൊട്ടർഗോട്ടസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കുമെന്ന് പള്ളിക്കാരിൽ നിന്നും അറിയിച്ചു. പെരുന്നാൾ ചടങ്ങുകൾ യൂറോപ്യൻ ഭദ്രാസന വൈദിക സെക്രട്ടറി റവറന്റ് ഡോക്ടർ തോമസ് മണിമലയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ 10 മണിക്ക് പ്രഭാത പ്രാർത്ഥനയോടെ ആരംഭിക്കും. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പെരുന്നാൾ സന്ദേശവും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പാരീഷ് ഹാളിൽ നടത്തുന്ന സ്നേഹവിരുന്നും ഇടവക ദിനാഘോഷങ്ങളോടും കൂടി പെരുന്നാൾ ചടങ്ങുകൾ സമാപിക്കും. ഫാദർ പോൾ, ഫാദർ എൽജോ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും.
വത്തിക്കാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരുമായി ലിയോ 14 പാപ്പ തിങ്കളാഴ്ച പ്രാദേശിക സമയം 11 മണിക്ക് പോൾ 6 ഹാളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരാണ് ഈ ദിവസങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോമിലേക്ക് എത്തിച്ചേർന്നത്. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അവർ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സേവനങ്ങൾക്ക് പാപ്പ പ്രത്യേകം നന്ദി അർപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ നിര്യാണം, സംസ്കാരം, കോൺക്ലേവ്, പുതിയ പാപ്പയുടെ പ്രവർത്തന ഉദ്ഘാടനം എന്നിവ റിപ്പോർട്ട് ചെയ്യാനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകർ വത്തിക്കാനിൽ എത്തിയത്. യുഎസിൽ നിന്ന് സ്വയം മടങ്ങിപ്പോകാൻ സന്നദ്ധമാകുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് വമ്പൻ ഓഫറുകളുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൗജന്യ വിമാനയാത്രയും ക്യാഷ് ബോണസും അടക്കമുള്ള ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരികെ പോകാൻ തയ്യാറുള്ളവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് CPP എന്ന ആപ്പും ലോഞ്ച് ചെയ്താണ് വിവരം. അടുത്തിടെ തിരികെ പോകാൻ സന്നദ്ധരായവർക്ക് US സുരക്ഷാ വിഭാഗം $1000 ബോണസും പ്രഖ്യാപിച്ചിരുന്നു. കമ്പ്യൂട്ടർ ശൃംഖലയിലെ സാങ്കേതിക തകരാർ മൂലം രാവിലെ ലണ്ടനിലെ സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങി. രാവിലെ 4 മുതൽ തുടങ്ങിയ പ്രതിസന്ധി 10 മണിയോടെ പരിഹരിച്ചെങ്കിലും ഇതിനിടെ പലർക്കും വിമാനങ്ങൾ മിസ്സായി. പലരുടെയും യാത്ര മുടങ്ങി. ബാഗേജ് ചെക്ക് ഇൻ, സെക്യൂരിറ്റി ക്ലിയറൻസ് വിഭാഗങ്ങളിലെ കമ്പ്യൂട്ടറുകളാണ് സാങ്കേതിക തകരാർ മൂലം പ്രവർത്തനരഹിതമായത്. ബ്രിട്ടനിലെ ഇമിഗ്രേഷൻ നിയമം അടിമുടി മാറുകയാണ്. വിവിധ തൊഴിലാളികൾക്ക് പുതിയ യോഗ്യതാ നിലവാരം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. സോഷ്യൽ വർക്കർ വിസയ്ക്കുള്ള യോഗ്യത RQF ലെവൽ 3 നിന്ന് വീണ്ടും RQF ലെവൽ 6 ഉയർത്തും. ഇതിലൂടെ ഡിഗ്രി ഇല്ലാത്ത കെയർ തൊഴിലാളികൾക്ക് ഇനി വിസ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അതേസമയം സോഷ്യൽ കെയർ വിസ റൂട്ടും അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത് ഡിപ്പെൻഡൻസിനെ കുറയ്ക്കാനായി ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസകൾക്ക് കീഴിൽ വരുന്നവർ കൂടെ കുടുംബാംഗങ്ങൾ വരുന്നതിൽ വലിയ വർധനവുണ്ടായി. ഇതാണ് നിയമപ്രകാരം താഴ്ന്ന സ്കിൽ ജോലികൾക്കുള്ള വിസ ഉടമകൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് ഇനി അത് നടക്കില്ലെന്നാണ് പറയുന്നത്. അടുത്തത് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റാണ്. ഡിഗ്രി ഇല്ലാത്ത ജോലികൾക്കായി ചില നിർദ്ദിഷ്ട ഷോർട്ടേജ് ഓക്കുപേഷൻസിലേക്ക് മാത്രമായിരിക്കും ഇത് നടക്കുക. അടുത്തത് സ്കിൽഡ് വർക്കർ വിസയിൽ UK-യിലുള്ളവർക്ക് അവരുടെ ജോലി RQF-ന് താഴെയായാലും വിസ പുതുക്കാനും ജോലിയിടം മാറാനും അനുവദിക്കും. പുതിയ അപേക്ഷകർക്ക് പുതിയ നിയമങ്ങളാണ് ബാധകമാകുന്നത്. എന്നാൽ നിയമപ്രകാരം ഒരു നഴ്സിന്റെ ഭർത്താവ് ഇതിനകം ഡിപ്പെൻഡന്റ് ആയിട്ട് UK-യിലുണ്ടെങ്കിൽ അയാൾക്ക് തന്റെ വിസ പുതുക്കാൻ പറ്റും. പുതിയ നിയന്ത്രണങ്ങൾ പ്രധാനമായും പുതുതായി വിദേശത്ത് നിന്ന് അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ബാധകമാകുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് കർശനമാക്കുകയാണ്. ഡിപ്പെൻഡൻസ് ഉൾപ്പെടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്ന് പുതിയ നിയമം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുപോലെ നഴ്സ് സ്കിൽഡ് വർക്കർ വിസയിൽ UK-യിലുണ്ടെങ്കിൽ ഭർത്താവും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവനായി തന്റെ വിസ നിയമപരമായി പുതുക്കാൻ സാധിക്കും. പുതുതായി വിദേശത്ത് നിന്ന് ഡിപ്പെൻഡന്റുകൾക്ക് കഠിനമായ നിയന്ത്രണങ്ങളാണ് വന്നിരിക്കുന്നത്. സ്റ്റുഡന്റ് വിസ ഹോൾഡർമാരെ ബാധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ ഡിപ്പെൻഡൻസിനെ കുറിച്ചുള്ള നിയന്ത്രണം 2024 മുതൽ പല സ്റ്റുഡന്റ് വിസ ആപ്ലിക്കന്റും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങൾ ഭാവിയിൽ കഠിനമായിരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV ശ്രദ്ധിക്കാൻ നന്ദി. നമസ്കാരം.